സുഹൃത്തുക്കളെ, ഞാൻ ചാലനാസം. തിരുവനന്തപുരം സിറ്റി കോർപ്പറേഷനിലെ ആദ്യ സ്ഥാനാർത്ഥി പട്ടിക ചാർജുള്ള കെ മുരളീധരൻ ഇന്നലെ പ്രഖ്യാപിക്കുകയുണ്ടായി. അതിൽ ഒട്ടേറോട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്, എനിക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്, കെ മുരളീധരൻ നേമം നിയോജകമണ്ഡലത്തിൽ ഉണ്ടായിരുന്ന, അസംബ്ലി നിയോജകമണ്ഡലത്തിൽ ഉണ്ടായിരുന്ന UDF ഒരു പേരുദോഷം മാറ്റുവാൻ വേണ്ടി അദ്ദേഹം റിസ്ക് എടുത്ത് ആ മണ്ഡലം തിരിച്ചു പിടിക്കുവാൻ വേണ്ടി, ഒന്നുമില്ലായ്മയിൽ നിന്നിരുന്ന ആ മണ്ഡലത്തെ തിരിച്ചു പിടിക്കുവാൻ വേണ്ടി എടുത്ത ആ റിസ്കിന്റെ ഒരു ലാഞ്ചന ഈ സ്ഥാനാർത്ഥി നിർണയത്തിൽ കാണുന്നു. തീർച്ചയായിട്ടും അത് തിരുവനന്തപുരം സിറ്റിയിലെ കോർപ്പറേഷനിലെ ജനാധിപത്യ മതേതര വിശ്വാസികൾക്ക് ആശയും ആവേശവും നൽകുന്ന സ്ഥാനാർത്ഥി നിർണയമാണ് ഈ പകുതി സീറ്റുകളിലാണെങ്കിൽ പോലും കാണുവാൻ കഴിയുന്നത്. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ നമുക്കറിയാവുന്നതുപോലെ സ്ഥാനാർത്ഥികൾ മറ്റു ചില പാർട്ടികൾ തീരുമാനിക്കുന്ന തരത്തിലേക്ക് കൊണ്ടുപോവുകയും പ്രഖ്യാപിക്കുകയും ഒരു അഡ്ജസ്റ്റ്മെന്റിന്റെ ഭാഗമായിട്ട് ചെയ്ത് സംഘടന അടിത്തട്ടിൽ ദുർബലമാക്കുകയും തീരെ ഇല്ലാതാക്കുകയും ചെയ്തിരുന്ന നേതാക്കളുടെ കയ്യിൽ നിന്നും ചുരുങ്ങിയ സമയം കൊണ്ട്, അതാണ് നമ്മൾ കാണേണ്ട, ചുരുങ്ങിയ സമയം കൊണ്ട് അത് ഏറ്റെടുക്കുകയും അത് ഫലപ്രദമായി നടപ്പിലാക്കുവാനുള്ള ശ്രമവും ശ്രീ കെ മുരളീധരന്റെ ഭാഗത്ത് നിന്നുണ്ടായത് കൂടുതൽ സന്തോഷകരമാണ്. അതോടൊപ്പം തന്നെ ഇവിടെ ഒരു മേയർ കാൻഡിഡേറ്റ് ഉണ്ടാവണം, അത് ആളുകളുടെ അംഗീകാരമുള്ള, ആളുകൾക്കിടയിൽ ഒരു ചലനമുണ്ടാക്കുവാൻ പറ്റുന്ന ഒരാളായിരിക്കണം എന്നുള്ള ഒരു ദീർഘവീക്ഷണത്തോടുകൂടി പാർട്ടിയും ശ്രീ കെ മുരളീധരനുമൊക്കെ നിർബന്ധം ചെലുത്തിയിട്ടാവണം ശബരിനാഥ് സ്ഥാനാർത്ഥിയാവാൻ സമ്മതിച്ചത്. പക്ഷെ എത്ര നിർബന്ധം ചെലുത്തിയിരുന്നാലും അതിന് ചെലുത്തിയ അദ്ദേഹത്തെ അഭിനന്ദിക്കുന്നു. തീർച്ചയായിട്ടും ആരും പ്രതീക്ഷിക്കാത്ത വിധത്തിൽ അപ്രതീക്ഷിതമായി തന്നെ ഒരു മേയർ കാൻഡിഡേറ്റിനെ നമുക്ക് അവതരിപ്പിക്കുവാൻ